രാജയോഗ മെഡിറ്റേഷൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പില് നമുക്ക് ശരീരബോധത്തിൽ നിന്ന് ആത്മബോധത്തിലേക്ക് വരാൻ ആത്മചിന്തനത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കി. എപ്പോഴാണ് ആത്മബോധത്തിലിരിക്കണേ, അപ്പോൾ നമുക്ക് ആത്മാവിലെ ശാന്തിയുടെ അനുഭവം ചെയ്യാൻ കഴിയുന്നു, ആത്മാവിലെ ശക്തിയുടെ അനുഭവം ചെയ്യാൻ കഴിയുന്നു. അതുപോലെ തന്നെ ആത്മസ്മൃതിയിലേക്ക് വരിക എന്നുള്ളത് മെഡിറ്റേഷൻ്റെ ആദ്യത്തെ സ്റ്റെപ്പാണ്. അടുത്ത ചുവടിൽ നമുക്ക് വേണ്ടത് നമ്മുടെ മനസ്സ് ആത്മസ്മൃതിയിലിരുന്നുകൊണ്ട് ആത്മാവിന് നമ്മുടെ മനസ്സിനെ ഈശ്വരനുമായിട്ട് കൂട്ടിച്ചേർക്കണം. അതാണ് യോഗം. യോഗ അർത്ഥം കണക്ഷൻ, ലിങ്ക്. ആത്മാവിന് ലിങ്ക് വെക്കേണ്ടത് പരമാത്മാവുമായിട്ടാണ്, ഈശ്വരനുമായിട്ടാണ്. അപ്പൊ എപ്പോഴാണോ ആത്മസ്മൃതിയിലിരുന്നുകൊണ്ട് നമ്മൾ പരമാത്മാവിനെ ഓർമ്മിക്കണേ, ഈശ്വരനെ ഓർമ്മിക്കണേ, ആ ഓർമ്മയുടെ യാത്രയ്ക്ക് പറയുന്ന പേരാണ് രാജയോഗം. രാജയോഗ മെഡിറ്റേഷൻ നമ്മൾ അഭ്യസിപ്പിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിന് ഈശ്വരനുമായിട്ട് യോഗം വെക്കണമെങ്കിൽ നമ്മളെ തിരിച്ചറിഞ്ഞതുപോലെ ആത്മസ്മൃതിയിലേക്ക് വരാനുള്ള അഭ്യാസം നമ്മൾ ചെയ്തതുപോലെ തന്നെ ഈശ്വരനെ കുറിച്ചുള്ള തിരിച്ചറിവും ഏറ്റവും ആവശ്യമാണ്, അത്യന്താപേക്ഷിതമാണ്. കാരണം ആരോടൊപ്പമാണോ നമ്മൾ യോഗം വെക്കേണ്ടത്, ആ യോഗം വെക്കേണ്ട ആള്, കണക്ഷൻ വെക്കേണ്ട ആള് ഈശ്വരൻ ആരാണ്, ഈശ്വരന് ഞാനും തമ്മിലുള്ള ബന്ധം എന്താണ്, ഈശ്വരന്റെ രൂപം എന്താണ്, നാമം എന്താണ്, നിവാസസ്ഥാനം ഏതാണ്, കർത്തവ്യം എന്താണ്, ഇവ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. നമുക്കറിയാം, നമ്മളെല്ലാവരും ഭാരതീയരാണ്. ഭാരതീയരായി നമുക്ക് ഈശ്വരനെ കുറിച്ച് നമ്മുടെ എല്ലാവരുടെ ഉള്ളില് കുഞ്ഞുനാൾ മുതൽ ഓരോ ധാരണകൾ നമ്മുടേതായ, നമ്മൾ ഓരോരുത്തരും ഈ നാടകശാല ഏതേത് ബാക്ക്ഗ്രൗണ്ടിലാണോ ജീവിച്ച് നാടകം അഭിനയിച്ചുകൊണ്ടിരിക്കണേ, നമുക്ക് ഓരോരുത്തർക്കും നമ്മുടേതായ ചില വിശ്വാസങ്ങളും ധാരണകളും ആചാരാനുഷ്ഠാനങ്ങളും ഉണ്ടല്ലേ. ഇപ്പൊ നമ്മൾ ഉദാഹരണത്തിന് ഒരു ഹിന്ദു ഫാമിലിയിലാണ് നമ്മൾ ജനിച്ചതെങ്കിൽ അതിൻ്റെതായ ഒരു ബാക്ക്ഗ്രൗണ്ടില് അനുസരിച്ചുള്ള വിശ്വാസങ്ങൾ. ഇനി ഒരു ക്രിസ്തീയ ഭവനത്തിലാണ് നമ്മൾ ജനിച്ച് ജീവിച്ച് നമ്മുടെ നാടകം കളിക്കണമെങ്കിൽ അതിനനുസരിച്ചുള്ള വിശ്വാസ പ്രമാണങ്ങൾ. ഇസ്ലാം ഭവനത്തിലാണ് നമ്മൾ ജനിച്ചതെങ്കിൽ അതിനനുസരിച്ചുള്ള ബാക്ക്ഗ്രൗണ്ട്, അതിനനുസരിച്ചുള്ള ജീവിത ശൈലികളും വിശ്വാസങ്ങളും. ഇതിലൂടെ നമ്മൾ നമ്മുടെ ഈ നാടകശാലയിൽ നമ്മുടെ പാർട്ട് അഭിനയിച്ചുകൊണ്ടിരിക്കണോ, അതിനനുസരിച്ചുള്ള ധാരണകളെയും നമ്മൾ നിലനിർത്തി പോകുന്നുണ്ട്. വിശ്വാസ പ്രമാണങ്ങളിലൂടെ നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കണം. പക്ഷേ നമ്മൾ ഹിന്ദു ഭവനത്തിലാണെങ്കിലും അല്ലെങ്കിൽ ക്രിസ്ത്യൻ ഭവനത്തിലാണെങ്കിലും അല്ലെങ്കിൽ ഇസ്ലാം ധർമ്മത്തിലാണെങ്കിലും ഏത് ധർമ്മത്തിൽ നമ്മൾ ജനിച്ചു, മുഖ്യധർമ്മം ഇത് മൂന്നുമാണല്ലോ. അപ്പൊ ഏത് ജീവിത ശൈലി നമ്മൾ ഫോളോ ചെയ്യുമ്പോഴും എല്ലാവരും പറയാറില്ലേ, ശക്തി ഒന്നേ ഉള്ളൂ. അങ്ങനെയല്ലേ നമ്മൾ പറയണേ, ഭഗവാൻ ഒന്നേ ഉള്ളൂ. നമ്മൾ പല പേരിട്ട് വിളിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ആ ഒന്നായ ശക്തി ആരാണ്? ആ ഒന്നിനെ അറിഞ്ഞു കഴിഞ്ഞാല് ആ ഒന്നിന്റെ പേരിലുള്ള എല്ലാ ഭിന്നതകളെയും നമുക്ക് ഇല്ലാണ്ടാക്കാൻ കഴിയല്ലോ. വളരെ സഹജമായിട്ട് സ്മൂത്തായിട്ട് നമുക്ക് ആ ഭിന്നതകളിൽ നിന്ന് പുറത്തു വരാനും ഏകത്വത്തിലേക്ക് തിരിച്ചു പോകാനും നാനാത്വത്തിനുള്ളിലെ ഏകത്വത്തെ തിരിച്ചറിയാൻ നമുക്ക് കഴിയും. അപ്പൊ ഇപ്പൊ നമുക്ക് നമ്മളുടെ നാനാത്വത്തിനിടയിലുള്ള ഏകത്വം ആരാണ്, എന്താണ്, അത് മനസ്സിലാക്കണം. അപ്പോഴാണ് നമ്മുടെ ബുദ്ധിയോഗം ഭഗവാനിലേക്ക് നമുക്ക് ശരിയായ രീതിയിൽ വെക്കാൻ കഴിയുന്നത്. ഉദാഹരണത്തിന് ഹിന്ദു ധർമ്മത്തിൽ നോക്കിക്കോളൂ. ഹൈന്ദവ ധർമ്മത്തിലെ സർവശാസ്ത്ര ശിരോമണി എന്ന് പറയുന്നത് ഗീതയാണ്, ശ്രീമദ് ഭഗവത്ഗീതയാണ്. ഗീതയിൽ ഭഗവാന്റെ പരിചയം നൽകുന്നത് എങ്ങനെയാണ്? ഞാൻ നിരാകാരനാണ്. ഭഗവാന് വാചി അങ്ങനെയാണ്, ഞാൻ നിരാകാരനാണ്, ഞാൻ അജന്മാവാണ്, ഞാൻ അകർത്താവാണ്, ഞാൻ അഭോക്താവാണ്. നിരാകാരൻ, ആകാരമില്ല, ശരീരത്തിന്റെ രൂപമില്ല. ഞാൻ അജന്മാവാണ്, ജനന മരണത്തിന്റെ ചക്രത്തിൽ. അതായത് പരമാത്മാ ഭഗവാൻ പറയണേ, ഞാൻ ഒരിക്കലും അമ്മയുടെ ഗർഭത്തിലേക്ക് വരുന്നില്ല, എനിക്ക് ജനനമോ മരണമോ ഇല്ല. നമ്മൾ മനുഷ്യരെല്ലാവരും എന്ത് ചെയ്യുന്നുണ്ട്? മനുഷ്യാത്മാവ് അമ്മയുടെ ഗർഭത്തിലേക്ക് പോകുന്നുണ്ട്, ശരീരം എടുക്കുന്നുണ്ട്, നമുക്ക് മരണം ഉണ്ടാകുന്നുണ്ട്, വീണ്ടും ആത്മാവ് ഒരു ശരീരം വിട്ട് അടുത്ത ശരീരത്തിലേക്ക്, പുനർജന്മത്തിലേക്ക് നമ്മൾ പോകുന്നുണ്ട്. അതാണല്ലോ ജനനം മരണം, ഒരു പ്രക്രിയയാണ് അല്ലെ. ആത്മാവ് ശരീരത്തിൽ പ്രവേശിക്കുന്നത് നമ്മൾ ജനനം എന്ന് പറയും. ആത്മാവ് ഒരു ശരീരത്തിൽ നിന്ന് വേർപെടുമ്പോൾ അതിന് മരണം എന്ന് പറയും. ഇപ്രകാരം മരണം നടക്കുന്ന സമയത്ത് ശരീരത്തിൽ നിന്ന് വേറിട്ട് പോകുന്ന ആത്മാവ് എവിടേക്കാ പോണേ? അടുത്ത അമ്മയുടെ ഗർഭത്തിലേക്കാണ്. വീണ്ടും ശിശുവായിട്ട് ജന്മം എടുക്കാണ്. നമ്മള് ആത്മാവില് എന്ത് സംസ്കാരവും കൊണ്ട് പോകുന്നോ അതിനനുസരിച്ചുള്ള ജന്മം നമുക്ക്
ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഭഗവാൻ എന്താ പറയണേ, ഞാൻ ജനന മരണത്തിനും അതീതനാണ്, ഒരിക്കലും അമ്മയുടെ ഗർഭത്തിലേക്ക് വരുന്നില്ല. അതാണ് നമ്മളും മനുഷ്യരും ഈശ്വരനും തമ്മിലുള്ള ഏറ്റവും വലിയ വ്യത്യാസം തന്നെ. മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ജനന മരണ പ്രക്രിയയിലൂടെ കടന്നു പോകുന്നു. പിന്നെ ഭഗവാന്റേതായ കർത്തവ്യം മനുഷ്യരിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ്. അത് മാത്രല്ല, ഭഗവാനെ കുറിച്ച് എന്താ പറയണ, ഉപഭോക്താവല്ല. നമുക്ക് സുഖദുഃഖ ഫലം അനുഭവിക്കണം. നമ്മൾ മനസ്സിലാക്കണമല്ലോ, ആത്മാവ് എങ്ങനെയുള്ള ഈ കർമ്മേന്ദ്രിയങ്ങളിലൂടെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണോ അതിനനുസരിച്ചുള്ള ഫലം. ശ്രേഷ്ഠകർമ്മം നമുക്ക് സുഖം തരുന്നു, നമ്മുടെ തന്നെ വികർമ്മങ്ങള് പാപകർമ്മങ്ങൾ നമുക്ക് ദുഃഖം തരുന്നു. അപ്പൊ പാപകർമ്മം ചെയ്യുമ്പോൾ നമ്മൾ പാപാത്മാവായി തീരുന്നു മനുഷ്യൻ. മഹത്തായ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ മനുഷ്യനെ മഹാത്മാവെന്ന് വിളിക്കണം. ശ്രേഷ്ഠ ദൈവികമായ ഗുണങ്ങളോടുകൂടി മനുഷ്യൻ ജീവിക്കുമ്പോൾ ദൈവാത്മാക്കൾ എന്ന് പറയണം. പക്ഷെ പരമാത്മാ ഇതിനെല്ലാം ഉപരിയാണ്. പരമാത്മാവിന്റെ കർത്തവ്യം സുഖദുഃഖ ഫലങ്ങൾക്ക് അതീതമാണ്. അർത്ഥം, സുഖവും ദുഃഖവും അനുഭവിക്കുന്ന തരത്തിലുള്ള ഒരു കർമ്മം ഭഗവാൻ ഒരിക്കലും ചെയ്യുന്നില്ല എന്നാണ് ഗീതയിൽ പറയണത്. അപ്പോ അങ്ങനെ നിരാകാരനായ സർവേശ്വരനെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഹിന്ദു ധർമ്മത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ഈശ്വരനെ 2 തരത്തിൽ നമ്മൾ ആരാധിക്കുന്നത് കാണാം. ഒന്ന് നമുക്കറിയാം, ആകാരത്തില്, ഒന്നുകിൽ ദേവരൂപത്തില് അല്ലെങ്കിൽ ദേവീ രൂപത്തില്. ആകാര രൂപത്തിൽ നമ്മൾ പൂജിക്കാറുണ്ട്, ദേവക്ഷേത്രവും ദേവീക്ഷേത്രങ്ങളും ഉണ്ട്. മറ്റൊന്ന് നിരാകാര പൂജയും നമ്മൾ കൊടുക്കുന്നുണ്ട് ഭഗവാന് നമ്മൾ കൊടുക്കുന്ന നിരാകാര പൂജയാണ് ശിവലിംഗ രൂപത്തിലുള്ള പൂജ. ശിവലിംഗ രൂപത്തില് നിരാകാര രൂപത്തിലുള്ള പൂജയാണ്. ശിവലിംഗത്തിന് സ്ത്രീഭാവവും ഇല്ല, പുരുഷഭാവവും നമുക്ക് കാണാൻ കഴിയില്ല. ദേവഭാവമോ ദേവീഭാവമോ അതിലില്ല, നിരാകാര രൂപമാണ്. ശിവലിംഗ രൂപത്തിലെ ആരാധന ആരംഭിക്കുന്നത് തന്നെ വിക്രമാദിത്യ രാജാവിന്റെ കാലഘട്ടത്തിലാണെന്നാണ് പറയുന്നത്. അതുവരെ ക്ഷേത്രവും പൂജയും ആരാധനയും ഒന്നും ഉണ്ടായിരുന്നില്ല. കാരണം മനുഷ്യന്റെ ജീവിതത്തിൽ സുഖം മാത്രമായിരുന്നു എന്നാണ് പറയുന്നത്. നമ്മൾ പറയാറില്ലേ, നമുക്ക് എപ്പോഴാണോ കഷ്ടം ഉണ്ടാകണേ, ദുഃഖം ഉണ്ടാകണേ, അപ്പോഴല്ലേ ഭഗവാന്റെ ഓർമ്മ വരുള്ളൂ. സുഖത്തിൽ നമ്മൾ എല്ലാവരും മറക്കും, പക്ഷെ ദുഃഖം വരുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഓർമ്മ വരും. ഒരിക്കലും വിക്രമാദിത്യ രാജാവ് ഏകാന്തതയിലിരിക്കുമ്പോൾ അദ്ദേഹത്തിന് ഈശ്വരന്റെ ദർശനം ജ്യോതി സ്വരൂപത്തില് ഉണ്ടായി എന്നാണ് പറയണത്. അണ്ഡാകൃതിയില് ഒരു ദിവ്യമായ ജ്യോതിസ്. അത് പറയണത് അദ്ദേഹം പൗർണമി ദിവസത്തിലെ നിലാവിന്റെ നിറത്തില് ഒരു ദിവ്യമായ വെളുത്ത പ്രകാശം അദ്ദേഹത്തിന് മുന്നിൽ പ്രത്യക്ഷമായി എന്നാണ് പറയണത്. എത്ര സമയം ആ പ്രകാശത്തെ അദ്ദേഹം കണ്ടു, അത്രയും സമയം അദ്ദേഹത്തിന് ആ ദിവ്യ പ്രകാശത്തിൽ നിന്ന് പരമാനന്ദം, പരമമായ ശാന്തി, ഈശ്വരീയ സുഖം, അതീന്ദ്രിയമായ സുഖത്തിന്റെ അനുഭവം ലഭിച്ചു എന്നാണ് പറയുന്നത്. അപ്പൊ അദ്ദേഹം അതിനെ കുറിച്ച് പറഞ്ഞത്, രാജകാലഘട്ടത്തിൽ ഒരിക്കലും ലഭിക്കാത്ത സുഖം, ആ അതീന്ദ്രിയ സുഖമാണ് ആ ദർശനത്തിലൂടെ ഉണ്ടായത് എന്നാണ്. അപ്പൊ ആ ജ്യോതിസിനെ സദാ കാണുന്നതിന് വേണ്ടിയിട്ട് വജ്രം കൊണ്ട് അതേ രൂപത്തില് അണ്ഡാകൃതിയില് വജ്രം കൊണ്ട് ഒരു രൂപം ഉണ്ടാക്കുകയും ആ വജ്രം കൊണ്ട് ഉണ്ടാക്കപ്പെട്ട രൂപത്തിന് അദ്ദേഹം നൽകിയ നാമകരണമാണ് ശിവ ജ്യോതിർ ലിംഗം. ശിവ അർത്ഥം മംഗളകാരി, ലിംഗ അർത്ഥം അടയാളം, ജ്യോതി അർത്ഥം പ്രകാശം. അതായത് സർവർക്കും മംഗളം ചെയ്യുന്ന ഈശ്വരൻ ജ്യോതി സ്വരൂപന്. കാരണം അദ്ദേഹം ഭഗവാനെ ദർശിച്ചത് ജ്യോതി രൂപത്തില്. അപ്പൊ ഈ മഹാജ്യോതിയാണ് സർവർക്കും മംഗളം ചെയ്യുന്നത്. ഇതാണ് ഈശ്വരന്റെ സത്യസ്വരൂപം. ആ സത്യസ്വരൂപത്തെ സദാ ദർശിക്കാൻ രാജാവ് സിംഹാസനത്തിലിരിക്കെ നേരെ കാണത്തക്ക രീതിയിൽ ആ ശിവജ്യോതിർലിംഗത്തെ സൂക്ഷിച്ചു വെച്ചു. ആ ശിവജ്യോതിർലിംഗത്തിന് ചുറ്റും വളരെ മനോഹരമായ, അതിമനോഹരമായ ഒരു മണിമാളിക. അതായത് രാജാവ് തന്റെ ജീവിത കാലഘട്ടത്തില് എത്ര സമ്പാദ്യങ്ങൾ ഉണ്ടാക്കിയോ ആ മുഴുവൻ സമ്പാദ്യവും വജ്രങ്ങളും വൈഢൂര്യങ്ങളും എല്ലാം ഉപയോഗിച്ച് മനോഹരമായ മണിമാളിക, മണിമന്ദിരം പണിതു. അതിനുള്ളിലാണ് ശിവജ്യോതിർലിംഗത്തെ സൂക്ഷിച്ചത്. ആ ശിവജ്യോതിർലിംഗം സൂക്ഷിച്ച് ആ മനോഹര മണിമാളികയാണ് നമ്മുടെ ആദ്യത്തെ ക്ഷേത്രം. ഇന്നത്തെ നമ്മൾ ഗുജറാത്തിൽ കാണുന്ന സോംനാഥ ക്ഷേത്രം. അതാണ് ആദ്യത്തെ ക്ഷേത്രം. അങ്ങനെയാണ് ശിവപൂജ ആരംഭിക്കുന്നത്. അതായത് ആ ജ്യോതിസിനെ ഓർമ്മിക്കാൻ വേണ്ടിയിട്ട് വജ്രം കൊണ്ട്, വജ്രത്തിനൊരു പ്രത്യേകതയുണ്ടല്ലോ, വജ്രം സ്ഫടിക, അതിൽ നിന്നെല്ലാം പ്രകാശം എപ്പോഴും പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കും. അപ്പൊ രാജാവ് ഭഗവാനെ ജ്യോതി രൂപത്തിലാണ് ദർശിച്ചത്. അപ്പൊ ആ ജ്യോതിസിനെ സിംബലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അതിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്, യഥാർത്ഥത്തിൽ ആ ജ്യോതിസിന്റെ ഓർമ്മ ഉണർത്താൻ വേണ്ടിയിട്ടാണ് വജ്രം കൊണ്ട് ആ രൂപം ഉണ്ടാക്കി. ഇപ്പൊ വജ്രത്തിൽ നിന്ന് സദാ പ്രകാശം വന്നുകൊണ്ടിരുന്നു.
അപ്പൊ രാജാവിന് തനിക്ക് കിട്ടിയ ജ്യോതി സ്വരൂപത്തിന്റെ സാക്ഷാത്കാര സ്മൃതി ഉണർത്താനും കഴിഞ്ഞു. ഇപ്രകാരമാണ് നമ്മുടെ ശിവപൂജ ആരംഭിക്കണം. അങ്ങനെ സോമനാഥ ക്ഷേത്രം വിക്രമാദിത്യ രാജാവ് തയ്യാറാക്കിയതിനു ശേഷം നമ്മൾ നമ്മുടെ ഭാരതത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ ന്യൂസ് നാടും എമ്പാടും പരക്കുകയും ഓരോ രാജാക്കന്മാരും അവരവരുടെ രാജകൊട്ടാരങ്ങളോട് ചേർന്ന് മനോഹരമായ ജ്യോതിർലിംഗ ക്ഷേത്രങ്ങൾ ഉണ്ടാക്കി. ഒന്നുകിൽ വജ്രം അല്ലെങ്കിൽ സ്ഫടികം കൊണ്ട് ശിവലിംഗങ്ങൾ ഉണ്ടാക്കി. ഇങ്ങനെ ഒരേ ഒരു ജ്യോതി സ്വരൂപന്റെ പൂജ, ആ മഹാജ്യോതിയെ പൂജിക്കുന്ന ഏകദൈവ പൂജ, ഏകദൈവ ആരാധന, ആ ജ്യോതിസിന്റെ പൂജ ഈ വിശ്വത്തിന് ശരിക്കും പ്രദാനം ചെയ്തത് നമ്മുടെ ഭാരതമാണ്. അങ്ങനെ ഭാരതത്തിലുണ്ടായ ആ ആദ്യത്തെ ക്ഷേത്രം, ശിവക്ഷേത്രം, മറ്റെല്ലാവർക്കും പ്രേരണയായി തീരുകയും അങ്ങനെ ഭാരതമെമ്പാടും ഇന്ന് നിങ്ങൾ നോക്കിക്കോളൂ, ഭാരതത്തിന്റെ നാനാഭാഗത്തും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ അതിപുരാതന ക്ഷേത്രങ്ങളും ശിവക്ഷേത്രങ്ങളാണ്. സോമനാഥ ക്ഷേത്രത്തിൽ നിന്ന് പ്രേരണ ഉൾക്കൊണ്ട് വിക്രമാദിത്യ രാജാവിന്റെ ഈ ദിവ്യ കർത്തവ്യത്തില് അദ്ദേഹത്തിൽ നിന്ന് പ്രേരണ ഉൾക്കൊണ്ടുകൊണ്ടാണ് മറ്റെല്ലാവരും ഈ ജ്യോതിർലിംഗ ക്ഷേത്രങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി. നോർത്തിൽ ഇന്ന് ജ്യോതിർലിംഗ ക്ഷേത്രങ്ങൾ എന്ന് പറയും, നമ്മൾ സൗത്തില് ശിവക്ഷേത്രങ്ങൾ എന്ന് പറയും. ജ്യോതിർലിംഗം എന്ന് അവിടെ പറയും, നമ്മൾ ശിവലിംഗം എന്ന് പറയും. പറഞ്ഞ് ലോപിച്ച് അങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഹിന്ദു ധർമ്മത്തിലെ തുടക്കത്തിലെ ഒരേ ഒരു ശിവപൂജ മാത്രമാണ്, ജ്യോതി സ്വരൂപന്റെ പൂജ മാത്രമാണ് ചെയ്തിരുന്നത്. പിന്നെ വളരെ കാലങ്ങൾക്ക് ശേഷമാണ് ദേവീദേവന്മാരുടെ പൂജ നമ്മൾ ആരംഭിച്ചത്. അങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരേ ഒരു ജ്യോതിസിനെ പൂജിക്കാൻ, അതായത് ആ ജ്യോതിസിനെ ഓർമ്മിക്കാനാണ് ശിവലിംഗം വെച്ചത്. അതേപോലെ നമ്മൾ ഇന്നും നോക്കിക്കോളൂ, ഓരോ വീടുകളിലും നമ്മൾ രാവിലെ ആണെങ്കിലും വൈകുന്നേരം ആണെങ്കിലും നിലവിളക്ക് കൊളുത്തിയിട്ട് ഈശ്വര പ്രാർത്ഥനയ്ക്ക് മുമ്പ് എപ്പോഴും നമ്മൾ എന്താ ചെയ്യുക? ഹൈന്ദവ ഭവനങ്ങളിലാണെങ്കിൽ നിലവിളക്ക് കൊളുത്തിരിക്കും. നിലവിളക്കിൽ നോക്കൂ, ദീപം ഒരു ഓവൽ ഷേപ്പിൽ അണ്ടാകൃതിയിൽ ആ ജ്യോതിസാണ്, ആ ജ്യോതിസിനെയാണ് നമ്മളെല്ലാവരും നമസ്കരിക്കുന്നത് അല്ല. അതിനു മുന്നിലാണ് നമ്മുടെ പ്രാർത്ഥനയും ആരാധനയും എല്ലാം നടക്കുന്നത്. അപ്പൊ ആ ജ്യോതിസിന്റെ പ്രത്യേകത എന്താണ്? ഈ ജ്യോതി ആ ജ്യോതിയെ ഓർമ്മിപ്പിക്കുകയാണ്, പരമാത്മാവാകുന്ന ജ്യോതിയെ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ ഇതേപോലെ ക്രിസ്ത്യൻ ധർമ്മത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ആരാധനകളും മെഴുകുതിരി കൊളുത്തിയിട്ടാണ് ചെയ്യുന്നത്. മെഴുകുതിരിയിലും എന്താ കാണുന്നത്? ദീപം തന്നെയല്ലേ അല്ലേ? അപ്പൊ മെഴുകുതിരിയിലെ ആ ദീപവും ഈശ്വരൻ എന്ന് പറയുന്ന ഗോഡ്, യഹോവ എന്ന് വിളിക്കുന്ന ആ ചൈതന്യത്തെ ഓർമ്മിപ്പിക്കുന്നതാണ്. ക്രിസ്തു ധർമ്മത്തിന്റെ സ്ഥാപകൻ യേശു ക്രിസ്തു, അദ്ദേഹം എപ്പോഴും വെളിച്ചത്തിലേക്കാണ് വലിച്ചുകൊണ്ടിരുന്നത്. ഗോഡ് ഈസ് ലൈറ്റ് എന്നാണ് പറഞ്ഞിരുന്നത്. ദൈവം വെളിച്ചമാകുന്നു. മോസസിനും കിട്ടിയ സാക്ഷാത്കാരത്തെ കുറിച്ച് എന്താ പറയണേ? മലമുകളിലെ കുറ്റിച്ചെടികൾക്ക് പിന്നിലെ പ്രകാശത്തെ കണ്ടതായിട്ടാണ് പറയണത്. അപ്പോൾ അതുകൊണ്ട് അത് മാത്രമല്ല, യേശുക്രിസ്തു എപ്പോഴും ഞാൻ ദൈവപുത്രനാണ് അല്ലെ. അദ്ദേഹം പറയുന്നത് എന്താണ്? ആ പാപികളോട് അങ്ങ് പൊറുക്കണമേ എന്നാ പറയണത് അല്ലെ. അപ്പൊ അങ്ങ് പൊറുക്കണമേ ആരോടെ പറയണേ? ദൈവത്തോട്, യഹോവയോട്. ആ യഹോവ പരമജ്യോതി സ്വരൂപൻ, ആ ലൈറ്റിനെ, ജ്യോതിസിനെയാണ് അദ്ദേഹം യഥാർത്ഥത്തില് ആ യഹോവയിലേക്ക് അഥവാ ജ്യോതിസിലേക്കാണ് വിരൽ ചൂണ്ടേ. അതേപോലെ ഇസ്ലാം ധർമ്മത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ഏതെങ്കിലും ഒരു രൂപത്തെ വെച്ച് ആരാധിക്കുക, അങ്ങനെ ഒരു ആരാധന ക്രമമില്ല. പക്ഷേ ഖുറാനിൽ പറയുന്നുണ്ട്, നൂർ അല്ലാഹു എന്നാ പറയണ. അല്ലാഹു നൂറാണ്. നൂറർത്ഥം വെളിച്ചം, പ്രകാശം. അല്ലാഹു പ്രകാശമാണ്. അല്ലാഹു അരൂപിയാണെന്ന് പറയാറുണ്ട്. അരൂപി അർത്ഥം ശരീരത്തിന്റെ രൂപമില്ല, പക്ഷെ രൂപമുണ്ട്, ജ്യോതി സ്വരൂപമാണ്. ആ ജ്യോതിസിന്റെ ദർശനം പറയാറുണ്ട്. ഇസ്ലാം ഐതിഹ്യത്തിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആദം എപ്പോഴാണോ സ്വർഗം വിട്ട് താഴേക്ക് വരണേ, ആ സമയത്ത് താഴ്ന്ന പർവ്വതനിരകളിലേക്ക്, താഴ്ന്ന പർവ്വതത്തിലേക്ക് വരുന്ന സമയത്ത് തിളങ്ങുന്ന ഒരു ഗോളം, സ്വർണ്ണ നിറത്തിലൊരു ഗോളത്തെ കണ്ടുവെന്നും ആ ഗോളത്തിന് ചുറ്റും 7 തവണ പ്രദക്ഷിണം ചെയ്തുവെന്നും ആ ഗോളത്തിന് ചുറ്റും ആയിട്ട് പിന്നീട് കാബ പണിതുയർത്തിയെന്നും ആ കാബയിലാണ് ഇന്നും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ വിശ്വാസികളും ദർശനത്തിന് പോകുന്നതും എല്ലാ വിശ്വാസികളും ആ ഗോളത്തെ ചുംബിച്ചിട്ട് അതിനെ മുത്തമിട്ട് എല്ലാവരുടെയും പാപം ഏറ്റുവാങ്ങി ആ സ്വർണ്ണഗോളം ഇന്ന് കറുത്തുപോയി എന്നാണ് വിശ്വാസം. അപ്പൊ യഥാർത്ഥത്തില് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആ ഗോളത്തിന് പറയുന്ന പേരാണ്
സാങ്കെ അസ്വത്, പരിശുദ്ധമായ കല്ല്, അതും ഓവൽ ഷേപ്പിലാണ്. അപ്പോൾ അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് സർവധർമ്മങ്ങളും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വിരൽ ചൂണ്ടുന്നത് ആ ഒരേയൊരു ജ്യോതിസിലേക്കാണ്. സിഖ് ധർമ്മത്തിൽ നോക്കൂ, ഏക് ഓങ്കാർ എന്നാണ് ഗുരു നാനക് എപ്പോഴും പറഞ്ഞിരുന്നത്. അതായത് ഈശ്വരന് ഒന്നേ ഉള്ളൂ, അത് അലൗകികമായ പ്രകാശമാണ്. അപ്പൊ സർവധർമ്മങ്ങളും വിരൽ ചൂണ്ടുന്നത് ആ ഒരേയൊരു ജ്യോതി സ്വരൂപത്തിലേക്കാണ്. ആ സർവധർമ്മങ്ങളും നമുക്ക് മനസ്സിലാക്കി തരുന്നത് സർവാത്മാക്കളുടെയും പിതാവ്, മാതാവ്, സർവേശ്വരൻ, പരമജ്യോതി സ്വരൂപമാണ്. അതുകൊണ്ടാണല്ലോ നമ്മളെല്ലാവരും ഈശ്വരനെ ഒന്നുകിൽ മാതാരൂപത്തിലെ കാണണം, അല്ലെങ്കിൽ പിതാരൂപത്തിലെ കാണണം, അല്ലെ? മാതാരൂപം അതാണ് ദേവീ സങ്കല്പം, പിതാരൂപം അതാണ് ദേവസങ്കല്പം. ഈ രണ്ട് സങ്കല്പമാണ് സർവശാസ്ത്രങ്ങളിലുള്ള, അല്ലെ? തുമേവ മാതാശ്ച പിതാ തുമേവ എന്ന് നമ്മൾ ഹൈന്ദവ ധർമ്മത്തിൽ പാടുന്നുവെങ്കിൽ ഗോഡ് ഫാദർ എന്ന് ക്രിസ്ത്യൻ ധർമ്മത്തിൽ പറയുന്നുണ്ട്. ഗോഡ് ഫാദർ, ദൈവം പിതാവാകണോ? പടച്ചവനെ, പടച്ചവൻ, സൃഷ്ടിച്ചവൻ ആരാണ്? സൃഷ്ടിക്കുന്നത് മാതാപിതാവാണ്. അപ്പൊ ഈശ്വരനെ കുറിച്ചുള്ള നമ്മുടെ എല്ലാവരുടെയും സങ്കല്പം അതാണ്. അതായത് മനുഷ്യാത്മാവും പരമാത്മാവും തമ്മിലുള്ള ബന്ധം, നമുക്ക് മനുഷ്യാത്മാക്കൾക്ക് മാതാപിതാവാണ് പരമാത്മാ. അതാണ് ഈശ്വരനും നമ്മളും തമ്മിലുള്ള റിലേഷൻഷിപ്പ്. ഈശ്വരന്റെ രൂപം, നമ്മൾ ആത്മാവിന്റെ രൂപത്തെക്കുറിച്ച് പറഞ്ഞല്ലോ, ആത്മാവ് അതിസൂക്ഷ്മമായ ദിവ്യപ്രകാശമാണ്, ഡിവൈൻ ലൈറ്റ് ആണ്. അപ്പൊ ഈ ഡിവൈൻ ലൈറ്റിന് സർവാത്മാക്കളുടെയും മാതാപിതാവാണല്ലോ പരമാത്മ. അപ്പൊ ആത്മാവിന്റെ തന്നെ രൂപമാണ് പരമാത്മാവിനും. ആത്മാവ് പ്രകാശമായിരിക്കുന്നത് പോലെ ഭഗവാന്റെയും സത്യസ്വരൂപം ജ്യോതി സ്വരൂപമാണ്, പരമപ്രകാശമാണ്. ആ പരമജ്യോതി, യൂണിവേഴ്സൽ ലൈറ്റ്, ആ ശക്തി, ആ പരമപിത, പരമാത്മാ, ആ സർവേശ്വരൻ, ആ പരമപ്രകാശമാണ് നമ്മൾ സർവാത്മാക്കൾക്കും. അതേത് ധർമ്മത്തിൽപ്പെട്ടതായിക്കോട്ടെ. ശരീരം കൊണ്ടല്ലേ ധർമ്മത്തിലെ വ്യത്യാസം. കാരണം നമ്മൾ മനസ്സിലാക്കിയല്ലോ, ഈ ശരീരം ഉപയോഗിച്ച് നമ്മൾ ഈ നാടകശാലയിൽ വന്നപ്പോഴാണ് ഈ ശരീരത്തിലെ ഭിന്നത. പക്ഷെ ഈ ശരീരത്തിലേക്ക് നാടകം കളിക്കാൻ വരുന്നതിന് മുമ്പ് നമ്മളെല്ലാവരും എവിടെയായിരുന്നു? നമ്മളെല്ലാ ആത്മാക്കളും ആത്മലോകത്തിലായിരുന്നു. ആത്മലോകത്തിലിരിക്കുമ്പോൾ നമ്മുടെ അവസ്ഥ ജസ്റ്റ് സ്റ്റാർ പോലെ, നക്ഷത്ര സമാനമായിട്ട് ആത്മരൂപത്തിൽ നമ്മളിരുന്നു. അപ്പൊ വീട്ടിലിരുന്നപ്പോ നമ്മളെല്ലാവരും ഇപ്പൊ ഏതേത് ധർമ്മത്തിലാണെങ്കിലും, ശരീരം കൊണ്ട് നമ്മൾ ക്രിസ്തു ധർമ്മമാണെങ്കിലും, ഇസ്ലാം ധർമ്മമാണെങ്കിലും, അല്ലെങ്കിൽ ക്രിസ്തു ധർമ്മമാണെങ്കിലും, സിഖ് ധർമ്മമാണെങ്കിലും, നാടകശാലയിൽ നമുക്ക് കിട്ടിയ റോളിലെ വ്യത്യാസം മാത്രമല്ലേ ഇത്? അഭിനയിക്കുന്നത് ആത്മാവാണ്. നമ്മളെല്ലാ ആത്മാവിന്റെ രൂപം ജ്യോതിയാണ്. നമ്മളെല്ലാ ആത്മാക്കളും വീട്ടിലിരുന്നത് നക്ഷത്ര സമാനാണ്. അപ്പൊ നമ്മളെല്ലാ ആത്മാക്കൾക്കും നക്ഷത്ര സമാനമായ നമ്മൾ സർവ്വ ആത്മാക്കളുടെയും മാതാപിതാവല്ലേ ഭഗവാൻ. അപ്പൊ ഭഗവാന്റെ ഈ രൂപം തീർച്ചയായിട്ടും നമ്മളെ പോലെ തന്നെ ജ്യോതി സ്വരൂപം, ആത്മാവിനെ പോലെ തന്നെ ജ്യോതി രൂപം. അങ്ങനെ നമ്മളെല്ലാ ആത്മാക്കളും സർവശക്തിവാനും ആ നമ്മുടെ നിവാസസ്ഥാനം, ആത്മാക്കളുടെയും പരമാത്മാവിന്റെയും നിവാസസ്ഥാനം ഒന്ന് തന്നെ, രൂപത്തിൽ ഒരേപോലെ ആയിരിക്കുന്നത് പോലെ ആത്മാവിന്റെ നിവാസസ്ഥാനം ഏതാണോ അതേ വീട് തന്നെയാണ് പരമാത്മാവിന്റെയും നിവാസസ്ഥാനം. അറിയാലോ, കാരണം ഭഗവാൻ എന്ന് പറയുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും മനസ്സല്ല, ഈശ്വരൻ, ദൈവം എന്ന് പറയുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും മനസ്സെപ്പോഴും എവിടേക്കാ പോണേ? മുകളിലേക്കല്ലേ പോണേ? അല്ലെങ്കിൽ തന്നെ നമ്മൾ പറയണത് എന്താണ്? ആ മുകളിലൊരാളുണ്ടെല്ലാം കണ്ടുകൊണ്ട്, അല്ലേ? മുകളിലെവിടെ? ഈ നീലാകാശത്തിനപ്പുറം സ്വർണ്ണ ചുവപ്പ് നിറമാർന്ന, കാവ്യ നിറമാർന്ന ബ്രഹ്മലോകം അഥവാ ആത്മലോകം. അതാണ് നമ്മൾ ആത്മാക്കളുടെയും പരമാത്മാവിന്റെയും നിവാസസ്ഥാനം. നമ്മളെല്ലാ ആത്മാക്കളോടൊപ്പം ആ പരംജ്യോതി, മഹാജ്യോതി, പരമ്പൊരുൾ ഈ വീട്ടിലാണിരുന്നത്. അവിടെ നിന്ന് നമ്മളെന്ത് ചെയ്തു? നമ്മുടെ വീട് വിട്ടിട്ട് നാടകം കളിക്കാൻ നാടകശാലയിൽ വന്നു. നാടകം കളിച്ചുകൊണ്ടിരിക്കണം. പക്ഷേ ആത്മാവിന്റെ അച്ഛനും അമ്മയുമായിട്ടുള്ള പരമാത്മ, ഈ നാടകത്തിന്റെ ക്രിയേറ്റർ അല്ലെങ്കിൽ ഇതിന്റെ ഡയറക്ടർ സ്വയം ഭഗവാൻ അവിടെ ഇരുന്നുകൊണ്ട് സാക്ഷിയായിട്ട് ഈ നാടകശാല വീക്ഷിക്കുന്നത് ഈശ്വരൻ മാത്രമാണ്, പരമാത്മ. അതുകൊണ്ടാണ് ഭഗവാൻ എന്ന് പറയുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും മനസ്സറിയാതെ മുകളിലേക്ക് പോകണം. നമ്മളെല്ലാവരും ഇവിടെ നാടകം കളിച്ച് ആത്മാവ് പതിതാകുന്ന സമയത്ത്, ക്ഷീണിക്കുന്ന സമയത്ത് ഇടയ്ക്കൊക്കെ നമ്മുടെ എല്ലാവരുടെയും മനസ്സ് ക്ഷീണം അകറ്റാൻ ഈശ്വരനെ ഓർമ്മിക്കുക. നമ്മളറിയാതെ നമ്മുടെ മനസ്സ് ഭഗവാന്റെ അടുത്തേക്ക് മുകളിലേക്ക് കൊണ്ടുപോകാറുണ്ട്. അല്പാശ്വാസത്തിന്, അല്പസാന്ത്വനത്തിന്, അല്പസമയത്ത് സുഖശാന്തിക്ക് വേണ്ടി നമ്മുടെ മനസ്സ് നമ്മളറിയാതെ മുകളിലെവിടേക്കോ നമ്മളെ കൂട്ടിക്കൊണ്ടു പോകാറുണ്ട്. അത് നമ്മുടെ അച്ഛനും അമ്മയുമായിട്ടുള്ള ഭഗവാന്റെ അടുത്തേക്കാണ്. ഇത് ഏറ്റവും പ്രധാനമാണ് മെഡിറ്റേഷനിൽ. ഒന്ന്,
നമ്മൾ ആത്മാക്കളുടെ അച്ഛൻ പരമാത്മാവിന്റെ രൂപം ഭഗവാൻ ജ്യോതി സ്വരൂപമാണ്. രണ്ടാമത്തത് ഭഗവാന്റെ നിവാസസ്ഥാനം ബ്രഹ്മലോകമാണ്, പരമാത്മാവിന്റെ നിവാസസ്ഥാനം. നമ്മൾ ആത്മാക്കളുടെയും പരമാത്മാവിന്റെയും വീട് ഒന്ന് തന്നെയാണ്. മൂന്നാമത്തെ നമുക്ക് മനസ്സിലാക്കേണ്ടത്, മെഡിറ്റേഷനിൽ ഏറ്റവും നമ്മളെ സഹായിക്കുന്ന വസ്തുത, പരമാത്മാ, ആ പരം ജ്യോതി, ഭഗവാൻ എന്ന് പറയുന്ന ആ ദിവ്യ പ്രകാശം, ഈശ്വരന്റെ ഗുണങ്ങൾ. പരമാത്മാ സർവ്വ ഗുണങ്ങളുടെ സാഗരമാണ്. മനുഷ്യരിൽ തന്നെ നമ്മൾ പറയില്ലേ, ഈ മനുഷ്യൻ നല്ല ആളാണ്, മഹാത്മാവാണ്, മഹത്തായ കർമ്മം ചെയ്യുന്ന ആള്, ശ്രേഷ്ഠാത്മാവാണ്, നല്ല പ്രവൃത്തി ചെയ്യുന്ന ആള്, നല്ല സ്നേഹിയ, നല്ല ശാന്ത സ്വഭാവക്കാരന്, നല്ല സത്യസന്ധന, ഇയാള് നല്ല ജ്ഞാനിയാണ്. ഇതെല്ലാം ചില മനുഷ്യരെ കുറിച്ച് നമ്മൾ പറയും. അപ്പൊ ഭഗവാനോ? അപ്പൊ ഭഗവാന്റെ അസ്തിത്വം എങ്ങനെയാണ്? ഭഗവാന്റെ വ്യക്തിത്വം എന്തായിരിക്കണം? ഭഗവാൻ എല്ലാ ഗുണങ്ങളുടെയും എല്ലാ ശക്തികളുടെയും ഓഷ്യനാണ്, സാഗരമാണ്. സാഗര സമാനമാണ് ഈശ്വരന്റെ ഗുണങ്ങളും ശക്തികളും. അതായത് പരമാത്മാവിന്റെ ഗുണങ്ങള്, ഈശ്വരന്റെ ഗുണങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ചിത്രത്തിൽ നമ്മൾ അതാണ് കാണുന്നത്. പരമാത്മാവില് ഓരോ ഗുണങ്ങളും, ഈശ്വരൻ ഓരോ ഗുണങ്ങളുടെ സാഗരമാണ്, ശാന്തിയുടെ സാഗരൻ. അതായത് ഭഗവാൻ എന്ന് വരുന്ന ആ റേസ്, ഈശ്വരൻ എന്ന് പറയുന്ന ആ പ്രകാശം, ശാന്തിയുടെ സാഗരമായിട്ട് നമുക്ക് ഭഗവാനെ കാണാം. സ്നേഹത്തിന്റെ കടലാണ് ഈശ്വരൻ. സ്നേഹത്തിന്റെ കിരണങ്ങളാണ് പരമാത്മാവിൽ നിന്ന് വരുന്നത്. ഈശ്വരൻ ജ്ഞാന സൂര്യനാണ്. പരമാത്മാവിലുള്ളത് അറിവാണ്. ഈ കംപ്ലീറ്റ് സൃഷ്ടിയുടെ ആദി മധ്യ അന്ത്യത്തിന്റെ അറിവുള്ളത് ഒരേ ഒരു പരമാത്മാവിലെ മാത്രമാണ്. അതുകൊണ്ടാണ് ഭഗവാനെ ബീജരൂപം എന്ന് പറയുന്നത്. ഈ മനുഷ്യ സൃഷ്ടിയാകുന്ന ഈ വൃക്ഷത്തിന്റെ മുഴുവൻ ജ്ഞാനം ഉള്ളത് ഈശ്വരനിലാണ്. അതുകൊണ്ട് ബീജരൂപം എന്ന് പറയും. സൃഷ്ടിയുടെ ആദി മധ്യ അന്ത്യത്തെ അറിയുന്ന ആള് പരമാത്മ സർവശക്തിവാൻ എന്നാണ് പറയാ. ഈശ്വരന്റെ മഹിമ, ഓൾ മൈറ്റി അതോറിറ്റി, സർവശക്തികളുടെ സാഗരമാണ് ഈശ്വരൻ. അങ്ങനെ നമ്മൾ നോക്കിയാൽ ഓരോ ഗുണങ്ങളും എടുത്ത് നോക്കിക്കൊള്ളും. സുഖസാഗരനാണ്, ആനന്ദത്തിന്റെ സാഗരനാണ്. നമ്മൾ സർവാത്മാക്കളുടെ മാതാവാണ്, സർവാത്മാക്കൾക്കും പിതാവാണ്, സത്യമാണ്, ചൈതന്യമാണ്. എല്ലാ ഗുണങ്ങളും പറയാറുണ്ട്. ഭഗവാന്റെ മഹിമകള് നമുക്ക് ഈ ആകാശം മുഴുവൻ പേപ്പറായിട്ട് എടുത്താലും, ഭൂമിയിലെ മരങ്ങളെല്ലാം പേനയാക്കിയാലും, കടലിലെ വെള്ളം മുഴുവൻ മഷിയാക്കിയാലും ഈശ്വരന്റെ ഗുണങ്ങളെ എഴുതി തീർക്കാൻ പറ്റില്ല പറയാം. അതിന്റെ അർത്ഥം എന്താ? ഗുണങ്ങളുടെ കടല, അപരമപാരമായിട്ടുള്ള ഗുണങ്ങളാണ് ഈശ്വരനിൽ നമുക്ക്. ഈശ്വരൻ എന്ന് പറയുന്നത് ഭഗവാന്റെ അസ്തിത്വം, വ്യക്തിത്വം ആ രീതിയിലാണ്. അപ്പൊ ഇപ്രകാരം ഈ അനന്തമായിട്ടുള്ള സാഗര സമാനമായിട്ടുള്ള ഗുണങ്ങളും ശക്തികളും ഉള്ള ആളാണ് നമ്മൾ ആത്മാവിന്റെ പിതാ, മാതാവ്. ആ അച്ഛന്റെ അമ്മയുടെ മക്കളാണ് നമ്മള്. പക്ഷെ ഇന്ന് നമ്മുടെ അവസ്ഥ എന്താ? നാടകം കളിച്ച് ഗുണങ്ങളും ശക്തികളും നമുക്ക് നഷ്ടപ്പെട്ട് ഡ്രൈ ആയിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. മെഡിറ്റേഷൻ, രാജയോഗ, ധ്യാനം, ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കണേ പരംപിതാ പരമാത്മാവിനെ, ആ ഗുണസാഗരനെ ഓർമ്മിച്ച് നമുക്കും പരമാത്മാവിനെ പോലെ, ഭഗവാനെ പോലെ ഗുണങ്ങളും ശക്തികളും, ഈശ്വരിലെ ഗുണങ്ങളും ശക്തികളും നമുക്ക് നമ്മളിലേക്ക് നിറയ്ക്കാൻ കഴിയും. കാരണം അച്ഛൻ്റെ കയ്യിൽ ഖജനാവുണ്ട്. അപ്പം നമുക്ക് മക്കൾക്ക് എടുക്കാൻ പറ്റും. പക്ഷേ എടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ ശരീരത്തിന്റെ ബോധത്തിൽ നിന്ന് ആത്മബോധത്തിലേക്ക് വന്ന് പരമാത്മാവിനെ ഓർമ്മിക്കുമ്പോൾ മാത്രമേ ഈശ്വരീയ ഗുണങ്ങളും ശക്തികളും നമുക്ക് അനുഭവം ചെയ്യാൻ കഴിയൂ. ആ ദിവ്യ ഗുണങ്ങളെ അനുഭവം ചെയ്യുന്നതിൻ്റെ ആ വിധിയുടെ പേരാണ് രാജയോഗ മെഡിറ്റേഷൻ. ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. നൂറില്ലാഹി